ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഞാനേ മാർക്കറ്റിൽ രണ്ട് സൈഡിലേക്കുമുള്ള ഒരു വ്യൂ എനിക്കുണ്ട്. നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, എന്താണ് സ്ട്രാറ്റജി. എന്താ 940 ക്യാൻഡിലിൽ ഫിബോയെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാമല്ലോ. ഫിബോയെ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ 0.6% ഒരു ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കുക. ആ ലൈനിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണെങ്കിൽ നമ്മളൊരു പുട്ട് സൈഡ് എൻട്രി എടുക്കുക, തിരിച്ചാണെങ്കിൽ ഒരു കോൾ സൈഡ് എൻട്രി എടുക്കുക. ഇത് എല്ലാ വീഡിയോയിലും ഞാനിപ്പോൾ പറയാത്തത് ഒരു ബോറിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ട്രേഡേഴ്സ്, ഞാനേ ഈ ഒരു ലെവലിൽ ട്രേഡ് ഇപ്പം ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു. വേറൊന്നുമല്ല, എനിക്ക് രണ്ട് സൈഡിലേക്കുള്ളൊരു വ്യൂ ഉണ്ട് ആക്ച്വലി ഇന്ന്. സോ ഇപ്പം നമ്മുടെ ലൈനെ വന്ന് വീണ്ടും മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ജസ്റ്റ് താഴത്തോട്ട് വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തത്. ചെറിയൊരു നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അവിടെ നിന്നൊരു വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കൊടുക്കില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഇല്ലേ, ഇപ്പോൾ പ്രീവിയസ് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ, ആ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മാനുവലി ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. കാരണം വേറൊന്നുമല്ല അങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത്, അതൊരു ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ വിചാരിക്കുന്നത് ആ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മേളിലേക്ക് പോകുന്നുണ്ട്. പ്രീമിയത്തിലൊരു നല്ല ഹൈപ്പ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വച്ചേക്കാം. ഒരു ചെറിയൊരു ലോസ് റണ്ണിങ് ഉണ്ട്. 1700 ലോസ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയ 814.66. അപ്പം നമ്മളുടെ 777-ഉം 778-ഉം ട്രിഗർ പ്രൈസ്. ഞാൻ ഏതായാലും ഇത്രയും കൊടുക്കില്ല. ഇനിയിപ്പോൾ എങ്ങാനും പ്രീമിയത്തിൽ നല്ലൊരു ഹൈപ്പ് വന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അതാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തത്. ഏതായാലും ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ചിപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. മേലിലേക്കാണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുന്നതോടെ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇറങ്ങിയേക്കും. പിന്നെ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു റിവേഴ്സൽ ട്രേഡും ഞാൻ നോക്കും. അതിനും മാർക്കറ്റ് സൈഡ് വൈസ് ആയാൽ പണി കിട്ടും. ഇതാ ഈ ഒരു അതിനൊരു റെഡ് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതായിരിക്കും നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ. 78 പോയിൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ബെയർ ചെയ്യത്തില്ല. ഹൈയെ ബ്രേക്ക് ചെയ്താൽ ഉടനെ മാനുവലി നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം. ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 7.8 പോയിൻറ്റ്സിൻ്റെ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ സ്ലോ മൊമെൻറ്റമാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് കുഞ്ഞു ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അല്ലെ, മൊമെൻറ്റം കുറവാണ്. സോ ഓക്കെ, എങ്കിലും ഒരു സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രേഡ് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ പൊസിഷൻ നോക്കിയാൽ ഒരു ഓക്കെ, മൊമെൻ്റ് ഇല്ലെന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അഗൈൻസ്റ്റ് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഒരു 13 പോയിൻറ്റ്സിൻ്റെ ഒരു ഇത് മാർക്കറ്റ് മേളിൽ കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. സ്റ്റോപ്പ് ലോസ് മൈനസിൽ കാണിക്കുന്നുണ്ട് 13-15 പോയിൻറ്റ്സിൻ്റെ. സോ മെയിലിലേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. എന്നിട്ട് നമുക്കൊരു ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ലൈനെ ഇവിടെ വന്ന് നേരത്തെ ആ ക്യാൻഡിലിന് റിജക്ഷൻ എടുത്തപ്പോൾ ഞാൻ ഡൗൺ സൈഡ് എനിക്കൊരു വ്യൂ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ
നമ്മളുടെ ക്യാൻഡലിൻ്റെ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ബ്രേക്കിൽ തന്നെ വേണമെങ്കിൽ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. 4000. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഒന്ന് സൂം ചെയ്താൽ ഓക്കെ, എക്സാക്ട്ലി ഈ ഒരു പോയിന്റ് അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ഇറങ്ങുക. ഓക്കെ, ഓക്കെ ട്രേഡേഴ്സ്, ക്യാൻഡിൽ നമ്മുടെ നമ്മൾ പറഞ്ഞ ഏരിയയിൽ ജസ്റ്റ് ക്ലോസ്. ഓക്കെ, ഏതായാലും ഇവിടുന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് ഞാൻ മാനുവലി ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ് ട്രേഡേഴ്സ്. ഇനി വേറെ വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഞാൻ നമ്മളുടെ റിവേഴ്സൽ ട്രേഡ് ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 100 പോയിൻറ്റ്സ് നമ്മളുടെ ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മളുടെ പുട്ട് സൈഡ് മാറ്റിയിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 78 നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഒരുപാട് പേര് താഴത്തോട്ട് സെല്ല് ചെയ്ത് വേണം, അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഗുഡ്. നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് പേര് സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, താഴത്തോട്ട് മാർക്കറ്റ് പോകും, താഴത്തോട്ട് പോകുമെന്ന് വിചാരിച്ചേ. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് എഗനിസ്റ്റാണ് പോകണമെങ്കിൽ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിരിക്കുമല്ലോ മാർക്കറ്റ് പോകുന്നത്. ഏകദേശം ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് എൻട്രി കിട്ടിയത് 51,100ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 11:41 11:46. ഒരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, നമുക്ക് നമ്മളുടെ റിസ്ക് എടുക്കണ്ട, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വച്ചേക്കാം 11:41. 11:04 11:05. അപ്പോൾ നമ്മുടെ ഓക്കെ, ഇപ്പോൾ ഒരു നെഗറ്റീവിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, ഒരു ചെറിയ നെഗറ്റീവിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ആദ്യത്തെ ട്രേഡാണിത്. 68 പോയിൻറ്റ്സ് 38 പോയിൻറ്റ്സ് കൊടുത്തില്ല. അതിന് മുന്നേ നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ഹൈയിൽ തന്നെ ഇറങ്ങിയിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ആ ക്യാൻഡലിൻ്റെ കൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡിലേക്ക് എൻ്റർ ആയത്. മേളിലോട്ട് പോകാനായിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഇപ്പം കാണിക്കേണ്ടതായിരുന്നു, കാരണം ഒരുപാട് സ്റ്റോപ്പ് ലോസസ് മേലിലുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു മൊമെൻറ്റം കാണിക്കുന്നില്ല. കാരണം എപ്പോൾ റിവേഴ്സൽ ട്രേഡാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും മൊമെൻറ്റം. കാരണം ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസസ് മേലിലുണ്ടാവില്ല. അത് ഹിറ്റ് ചെയ്ത് ഭയങ്കര പെട്ടെന്നായിരിക്കും മൊമെൻറ്റം കാണിക്കുക. പക്ഷേ അത് കാണിക്കുന്നില്ല. നമ്മുടെ ക്യാൻഡലിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു റിജക്ഷനും കൂടിയാണ് കാണിക്കുന്നത്. ഏതായാലും ട്രേഡ് എടുത്തു പോയി, ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ ക്യാൻഡലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, അഗെയിൻ നമ്മൾ അത്യാവശ്യം ഓക്കെ, ഫൈൻ. ഈ ഒരു മൊമെൻറ്റമാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു പെട്ടെന്നൊരു ഫാസ്റ്റ് മൊമെൻറ്റമാണ് കിട്ടേണ്ടത്. നേരത്തെ ക്യാൻഡിൽ പക്ഷേ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയത്. അപ്പോൾ മൊമെൻറ്റം പറയുമ്പോൾ അപ്പം തന്നെ അത് റിജക്ഷൻ ക്യാൻഡിലാവുകയാണല്ലോ ദൈവം. അത്രയും വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടും പ്രീമിയം നോക്കി 700 റുപ്പീസേ ഉള്ളൂ പ്രോഫിറ്റ്. അവിടെ നിന്നും റിവേഴ്സലായി ട്രേഡേഴ്സ്. ഏതായാലും സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു 7,000ൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്.